അപ്പോൾ അത് ഏതാണ് നമ്മളുടെ സാധനം എന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ എന്തൊരു മാർവൽ തിങ് ആണ് ഉണ്ടാക്കാൻ പോണേ, മാർവലിന്റെ ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണേ, ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ്. അപ്പൊ എന്റെ ബ്രദർ ആൻഡ്രൂ ഉണ്ട് അബുദാബിയില്. അപ്പൊ അവന് ഇതുപോലത്തെ മാർവലിന്റെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കണേ. അപ്പൊ ഇത് നമ്മള് ഇന്ന് സോഡാ ക്യാനും വെച്ചാണ് ഉണ്ടാക്കണേ, റീസൈക്കിൾ മെറ്റീരിയൽസും വെച്ചാണ് ഉണ്ടാക്കണേ. ഇപ്പൊ രണ്ട് മൂന്ന് മെയിൻ ബോക്സ് ഉണ്ടാവുള്ളൂ, സാധനങ്ങളും കുറച്ച് വേണ്ടു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സോഡാ ക്യാനും വെച്ചുള്ള ഷീൽ കീ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങള്: സെലോ ടേപ്പ്, അത് വലുത് മതി, ചെറുത് നമുക്ക് കാര്യമില്ല, വലുത് നമ്മൾ യൂസ് ചെയ്യണം കുറച്ചും കൂടി പെർഫെക്റ്റ് ആവണമെങ്കിൽ. പിന്നെ നമ്മൾ ഏറ്റവും മെയിൻ പാർട്ട് സോഡാ ക്യാൻ, സിസേഴ്സ്, കോമ്പസ്, പെന്ന്, പിന്നെ അതുപോലത്തെ ഒരു ബ്ലേഡ് നമുക്ക് വേണം. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മുടെ ഈ സോഡാ ക്യാൻ എടുക്കാം. നമ്മുടെ ഈ സോഡാ ക്യാൻ എടുത്തിട്ട് നമുക്ക് ഈ ഭാഗം വേണം. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഈ ഭാഗമാണ് വേണ്ട നമ്മളുടെ ഷീൽഡിന്. അപ്പൊ നമ്മുടെ സോഡാ ക്യാൻ്റെ നമുക്ക് ആവശ്യമുള്ള പാട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വലിയ സെല്ലോ ടേപ്പ് എടുക്കുക. ഞാൻ ഈ പെന്നിൻ്റെ ഈ ക്യാപ്പ് വെച്ചിരിക്കണ ടിപ്പ് മിസ്സാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇതെടുക്കുക, സെല്ലോ ടേപ്പ് നമ്മളുടെ ഇതങ്ങോട്ട് ഫുൾ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഫുള്ള് തെറ്റും. ഫുള്ളങ്ങോട്ട് പൊതിയുക, ഫുള്ളങ്ങോട്ട് പൊതിയുക. എന്നിട്ട് ഇത് വെട്ടിയെടുക്കുക. എന്നിട്ട് ഈ സർക്കിളിൻ്റെ എക്സസീവ് സെലോ ടേപ്പ് ഇല്ലേ, എക്സസീവ് പാർട്ടുള്ള സെലോ ടേപ്പ് നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ഇങ്ങനെ സർക്കിളിൽ ഇങ്ങനെ വെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെലോ ടേപ്പ് നമ്മൾ ഒട്ടിച്ച് ചേർന്നു. ഇപ്പൊ നമ്മുടെ ഈ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷെല്ലിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, 2 സർക്കിൾസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കോമ്പസും വെച്ച് നമ്മുടെ ഈ 2 സർക്കിൾസ് വരയ്ക്കാൻ പോവാണ്. നമ്മൾ മെഷർ റെഡിയാക്കുക. എന്നിട്ട് ആദ്യം തെറ്റിയാലും പ്രശ്നമില്ല. സ്കെച്ച് പെൻ യൂസ് ചെയ്യാനായിരിക്കും നല്ലത്. സെലോ ടേപ്പ് ആയതുകൊണ്ട് സ്കെച്ച് പെന്നിൽ കുറച്ചും കൂടി കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ ഫൈബർ ഇങ്കുള്ള പെന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും, അത് നന്നായിട്ട് കാണാനും പറ്റും നമുക്ക്. ആദ്യത്തെ സർക്കിൾ വരച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഇന്നർ സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഔട്ടർ സർക്കിളും കൂടി വരച്ചു കൊടുക്കാം. അപ്പൊ ഇത് തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സെലോ ടേപ്പ് നമുക്ക്, അതുകൊണ്ടാണ് നമ്മൾ ഈ സെലോ ടേപ്പ് ഒട്ടിച്ചേക്കണേ. പിന്നെ പെയിന്റ് ചെയ്യാനോ കീസിന് വേണ്ടി പെർഫെക്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സെലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചേക്കണേ. തെറ്റിയാലും ഈ സർക്കിൾ ആദ്യം തെറ്റിയാലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഈ കോമ്പസും വെച്ച് നമ്മൾ ആദ്യം സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പാറ്റേൺസ് വരയ്ക്കലാണ് അടുത്ത പണി. സർക്കിളൊന്ന് വരച്ച് തീർക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ ഈ സർക്കിൾ അങ്ങോട്ട് പൂർണ്ണമായി. നമ്മുടെ ഈ ഔട്ടർ സർക്കിളും ഇന്നർ സർക്കിളും വരച്ച് തരുന്നുണ്ട്. ഇനി നമുക്ക് എന്താ പണി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്റ്റാർ കണ്ടിട്ടില്ലേ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്റ്റാർ, അത് നമുക്കൊന്ന് വരച്ചെടുക്കാം. സ്റ്റാർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് ഒന്നുമല്ല. അപ്പം നമ്മുടെ ഈ സ്റ്റാർ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത് നമ്മൾ ഈ ബ്ലേഡ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ലൈൻസ് വെച്ചിട്ടില്ലേ, സ്കെച്ച് പെന്നിൻ്റെ എല്ലാ ലൈൻസിലും നമുക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യണ്ട, നമുക്കൊരു പാറ്റേൺ കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കണ പോലെ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒരു പാറ്റേൺ ഉണ്ടാക്കി കൊടുക്കാം. ഇത് നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇത് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. സെലോ ടേപ്പും പെയിന്റ് ഇതൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ലൈനൊക്കെ നമുക്ക് വരച്ച പോലെ നമ്മുടെ പാറ്റേൺ ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട് നമ്മുടെ കട്ടറും വെച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സെലോ ടേപ്പ് അങ്ങോട്ട് നമുക്ക് ഊരിയെടുത്തിട്ട് കാണാം. നമുക്ക് ഫുൾ അങ്ങോട്ട് ഊരിയെടുക്കാം.
ഇത് പൊളിക്കാൻ കുറച്ച് എന്താ പറയുക സ്റ്റിക്കായി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പാറ്റേൺ വരച്ചല്ലോ, അപ്പോൾ അത് കുറച്ച് സ്റ്റിക്ക് പോലൊക്കെ ഉണ്ടാവും. ഇപ്പം നമുക്ക് ഊരാം. അപ്പോൾ അതേ നമ്മൾ സെലോ ടേപ്പ് എല്ലാം നമ്മൾ ഊരെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളുടെ മുമ്പ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, മീൻസ് കട്ടറും വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ലൈൻസ്, ഇതൊക്കെ ഇപ്പോൾ ഇത് ചെറിയ ലൈൻസാണ്, ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ചും കൂടി ഇൻറ്റൻസ് ആക്കാൻ വേണ്ടി കുറച്ചും കൂടി ഒന്ന് നമുക്ക് മുമ്പ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. കുറച്ചും കൂടി ഒന്ന് ഭംഗിയാവാൻ വേണ്ടിയാണ്, കുറച്ചുകൂടി ഇൻറ്റൻസ് ആവാൻ വേണ്ടി കളേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻസിൽ കാണാൻ വേണ്ടിയാണ്, സർക്കിൾസ് അറിയാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഇൻറ്റൻസ് ഒക്കെ ആയിട്ട് നമ്മൾ മീൻസ് ഡ്രോ ചെയ്ത് കൊടുത്തപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളിവിടെ പെയിന്റ് ചെയ്യാൻ എടുത്തേക്കുന്ന 2 ക്യൂടെക്സ് ആണ്, ബ്ലൂവും റെഡും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ കളറാണ്. അപ്പോൾ നമുക്ക് പെയിന്റ് ചെയ്തിട്ട് കാണാം ഇനി. അപ്പോൾ അതേ നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് ഇതേ നമ്മൾ റെഡിയാക്കി പെയിന്റ് ഒക്കെ ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് റെഡും ബ്ലൂ ഇതൊക്കെ ആയിട്ട്. വൈറ്റിന്റെ പകരം നമ്മളിപ്പോൾ അലുമിനിയത്തിന്റെ കളറാണ്, നമ്മൾ സോഡാക്കേണ്ട അലുമിനിയത്തിന്റെ കളറൊക്കെ ആക്കിയിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ കുട്ടികൾക്കും നമ്മളെ മാർവലിന്റെ ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും ക്യാപ്റ്റൻ അമേരിക്കയുടെ ഈ ഷീൽഡ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വേരിയസ് യൂസിന് നമുക്ക് യൂസ് ചെയ്യാം, കീ ചെയിൻസിന് യൂസ് ചെയ്യാം, ഫ്രിഡ്ജിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാം, മാഗ്നറ്റും വെച്ച് ഒട്ടിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഉടൻ തന്നെ നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ.